സുഭാഷ് ചന്ദ്രബോസിന്റെ മരണത്തീയതി പരാമർശിച്ചു. രാഹുൽ ഗാന്ധിക്കെതിരെ കേസ്. നേതാജി സുഭാഷ് ചന്ദ്രബോസിന്റെ മരണത്തീയതി പരാമർശിച്ച രാഹുൽ ഗാന്ധിക്കെതിരെ കേസ്. ജനുവരി 23-ാം തീയതി സുഭാഷ് ചന്ദ്രബോസിന്റെ ജന്മവാർഷിക ദിനത്തിലാണ് രാഹുൽ ഗാന്ധി സുഭാഷ് ചന്ദ്രബോസിനെ അനുസ്മരിച്ച് പോസ്റ്റിട്ടത്. അഖില ഭാരതീയ ഹിന്ദു മഹാസഭ നൽകിയ പരാതിയിലാണ് പോലീസിന്റെ നടപടി. രാഹുലിന്റെ പരാമർശം വന്നതിന് പിന്നാലെ നേതാജിയുടെ കൊൽക്കത്തയിലെ കുടുംബ വീടിന് സമീപം ഹിന്ദു മഹാസഭ പ്രതിഷേധം സംഘടിപ്പിക്കുകയും ചെയ്തു. രാഹുൽ ഗാന്ധി കോൺഗ്രസിന്റെ അതേ പാരമ്പര്യമാണ് പിന്തുടരുന്നത്. മുമ്പ് കോൺഗ്രസ് നേതാജിയെ പാർട്ടിയിൽ നിന്നും രാജിവെപ്പിച്ചു, നാട് കടത്തുകയും ചെയ്തുവെന്ന് അഖില ഭാരതീയ ഹിന്ദു മഹാസഭ വ്യക്തമാക്കി. രാഹുൽ ഗാന്ധിയെ ഇന്ത്യയിലെ ജനങ്ങൾ ശിക്ഷിക്കും. സുഭാഷ് ചന്ദ്രബോസിന്റെ ജന്മദിനമായ ജനുവരി 23-ന് രാഹുൽ ഗാന്ധി സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ച കുറിപ്പിന്റെ കൂടെയുള്ള പോസ്റ്റിൽ നേതാജിയുടെ മരണത്തീയതിയായി 1945 ഓഗസ്റ്റ് 18 എന്ന് ചേർത്തിരുന്നു. എന്നാൽ സോവിയറ്റ് അധീന പ്രദേശത്ത് യാത്രയ്ക്കായി നേതാജി വിമാനം കയറിയ ദിവസം മാത്രമാണ് ഓഗസ്റ്റ് 18. ഓഗസ്റ്റ് 18-ാം തീയതിയാണ് സുഭാഷ് ചന്ദ്രബോസിനെ കാണാതായ അദ്ദേഹത്തിന്റെ യഥാർത്ഥ മരണത്തീയതി വ്യക്തമല്ല. അതേസമയം രാഹുലിന്റെ പ്രസ്താവനയ്ക്കെതിരെ വിമർശനവുമായി പ്രതിപക്ഷ പാർട്ടികൾ തന്നെ രംഗത്തെത്തി. ഫോർവേഡ് ബ്ലോക്കും തൃണമൂൽ കോൺഗ്രസ് സംസ്ഥാന നേതൃത്വവുമാണ് വിമർശനം ഉന്നയിച്ചത്. സുഭാഷ് ചന്ദ്രബോസിന്റെ ജനനത്തീയതി അറിയാമെങ്കിലും മരണത്തീയതി ആർക്കും അറിയില്ല എന്നാണ് പശ്ചിമ ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി പറഞ്ഞത്. അദ്ദേഹത്തിന്റെ തിരോധാനവുമായി ബന്ധപ്പെട്ട സങ്കടം എല്ലാ കാലവും നിലനിൽക്കുമെന്നും അവർ പറഞ്ഞു. നേതാജിയുടെ മരണത്തീയതി പ്രഖ്യാപിച്ച രാഹുൽ ക്ഷമാപണം നടത്തണമെന്ന് തൃണമൂൽ കോൺഗ്രസ് നേതാവ് കുനാൽ ഘോഷും പറഞ്ഞു.